ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കർത്താവേ, സിഹിയോൻ ശാലയിൽ ഇറങ്ങിയ അതേ പരിശുദ്ധാത്മാവ് എൻ്റെ മേലും പ്രവർത്തിക്കണമേ. പത്രോസിൻ്റെയും കൂട്ടരും പേടിച്ചരണ്ടിരുന്ന, സ്വഭാവത്തിൽ വളരെയധികം കുറവുകളുണ്ടായിരുന്ന, അങ്ങേയറ്റം ബലഹീനരായിരുന്ന, വിദ്യാഭ്യാസമില്ലാതിരുന്ന, പാവപ്പെട്ട മുക്കുവന്മാരായിരുന്ന ശിഷ്യന്മാരുടെ മേല് പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവ്. ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുണ്ടോ, നിനക്ക് വിലയില്ല, നിനക്ക് ഗുണമില്ല, നിനക്ക് കഴിവില്ല, നിനക്ക് ആൾബലമില്ല, നിനക്ക് പണമില്ല, നിനക്ക് ആരോഗ്യമില്ല, എല്ലാം തീർന്നു. അങ്ങനെയല്ല. ഇതാ നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ചാൽ പരിശുദ്ധാത്മാവ് ഇതെല്ലാം നിനക്ക് ഇരട്ടിയായിട്ട് നൽകും. ശിഷ്യന്മാരുടെ സ്വഭാവം മാറ്റിമറിച്ച പരിശുദ്ധാത്മാവ്, ശക്തരും ധീരരുമാക്കിയ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിന്റെ മേലും പ്രവർത്തിക്കട്ടെ. നിന്റെ പ്രശ്നത്തിൽ പ്രവർത്തിക്കട്ടെ, നിന്റെ പ്രവർത്തിക്കട്ടെ, നിന്റെ അന്ധകാരത്തിൽ പ്രവർത്തിക്കട്ടെ, ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന വിഷയത്തിൽ പ്രവർത്തിക്കട്ടെ. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നീ ശിരസ് താഴ്ത്തി ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഇതാ കർത്താവ് നിന്നെ നിവർത്തി നിർത്തുന്നവൻ ഇന്നും ജീവിക്കുന്നു. ആ ദൈവം നിന്റെ മേൽ പ്രവർത്തിക്കുന്നു. നീ ഭാരപ്പെടേണ്ട, നീ വിഷമിക്കേണ്ട, നീ അസ്വസ്ഥനാവേണ്ട. നിന്നിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. സിഹിയോൻ ശാലയിൽ പ്രവർത്തിച്ച അതേ പരിശുദ്ധാത്മാവേ, സിഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ആമേൻ ശിഷ്യരിൽ നീ പകർന്നതുപോലെ സംഭവിക്കട്ടെ. ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. ആഗ്രഹിച്ച് ചേർന്ന് പാടിക്കേ. സിഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോലെ ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. നമ്മൾ നിൽക്കുന്ന സ്ഥലം, അന്തരീക്ഷത്തിൽ ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായൊരു ദൈവീക ഇടപെടൽ സംഭവിക്കാൻ പ്രാർത്ഥിച്ചേ. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം പോയ ഇടങ്ങളിലൊക്കെ ഈ ഒരു അനോയിന്റിങ് അഭിഷേകം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു. ഒരുപക്ഷെ ചില കൂട്ടുകെട്ടുകൾ നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടാവും, ചില സ്ഥലങ്ങൾ നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടാവും, ചില മേഖലകൾ, ജോലി സ്ഥലമാവാം, നിന്റെ വീട്ടിലെ ചില ഇടങ്ങളാവാം, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അന്തരീക്ഷം നിന്നെ ഭാരപ്പെടുന്നു. ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ നിനക്കൊരു ഭാരം, ചില ഇടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നിനക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടലും, ചില ഇടങ്ങളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നീ ഔട്ട് ഓഫ് പ്ലേസ് ആയ പോലെ നീ വല്ലാണ്ട് ഭാരപ്പെടുന്നു, അസ്വസ്ഥപ്പെടുന്നു. ഇതാ പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മയിൽ കൊടുത്ത അഭിഷേകം നിന്നിൽ നിറയട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വലതും ഇടതും നിൽക്കുന്നവരുടെ കൈകളൊന്ന് ചേർത്ത് പിടിച്ചാലോ? ചേർത്ത് പിടിച്ചേ. ആരും ആയിക്കൊള്ളട്ടെ. ഇപ്പോൾ നിന്റെ അടുക്കൽ ഈ വ്യക്തിയെ ചേർത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് കർത്താവിൻ്റെ ഒരു നിയോഗമാണല്ലോ. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള നിയോഗം വിശ്വസിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കരങ്ങൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സന്തോഷത്തോടെ അൾത്താരയിലേക്ക് നോക്കി കൈകൾ കൂപ്പി ഒന്ന് സ്തുതി ചൊല്ലാമോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 31-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സ് 31. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. കണ്ടോ? അതിനാൽ നീ ഭയപ്പെടേണ്ടെന്ന്, നീ അസ്വസ്ഥപ്പെടരുത്. നിനക്ക് ചുറ്റും പല കാര്യങ്ങൾ സംഭവിക്കും,
പലരും നിന്റെ വിലയെക്കുറിച്ച് പറയും, നീ എടുത്ത തീരുമാനം തെറ്റിപ്പോയി, നീ പരാജിതനാണെന്ന് പറയും. നിന്റെ വില നിശ്ചയിക്കുന്ന നാട്ടുകാരല്ല, വീട്ടുകാരല്ല, മറിച്ച് സർവശക്തനായ ദൈവമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ ദുരഭിമാനം പിടിച്ചുകൊണ്ട് നടക്കണ്ട, മറിച്ച് ദൈവത്തോട് വിശ്വസ്തനായിരിക്കുക. കാരണം ദൈവമാണ് നിന്നെ ഉയർത്തുന്നത്, നാട്ടുകാരല്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പത്രോസ്ലീഹായുടെ ലേഖനം 1 പത്രോസ് 2-ാം അധ്യായം 9-ാം തിരുവചനം ഒന്ന് വായിച്ചേ. എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. നിനക്കുള്ള ഐഡന്റിറ്റിയാ പറയുന്നത്. നിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് നീ ഈ ഭൂമിയിൽ നേടിയ ഡിഗ്രികളല്ല, നീ ഈ ഭൂമിയിൽ ഉണ്ടാക്കിയ ബാങ്ക് ബാലൻസ് അല്ല, നീ ഈ ഭൂമിയിൽ നേടിയ ബന്ധങ്ങളല്ല, നിന്റെ പേരല്ല, പ്രശസ്തിയല്ല, മറിച്ച് നിനക്കൊരു ഐഡന്റിറ്റി ദൈവം തന്നിട്ടുണ്ട്. പത്രോസ്ലീഹ പറയാണ്, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശം. യു ആർ സ്പെഷ്യലി സെലക്ടഡ്, ചോസൺ വൺ. നീ തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. ഹല്ലേലൂയ. മനസ്സിലായോ? നീ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുക്കേ, നീ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. പറഞ്ഞു കൊടുത്തേ, നീ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്, വിശുദ്ധ ജനതയാണ്, രാജകീയ പുരോഹിത ഗണമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഹല്ലേലൂയാ. വലതുകരൊന്ന് ഉയർത്തിപ്പിടിച്ച് പത്രോസ്ലീഹ ചില വിശേഷണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതൊന്ന് ഏറ്റു പറയാം. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം വംശമാണ്, രാജകീയ പുരോഹിതനാണ്, വിശുദ്ധ ജനതയാണ്, ദൈവത്തിന്റെ സ്വന്തം ജനതയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് ഓരോ വ്യക്തിയും വിശ്വസിക്കണേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പലവിധ അനുഭവങ്ങൾ പുറത്തു പറയാൻ പറ്റാത്ത വണ്ണം അത്രമേൽ ഞെരുക്കവും ഭാരവും ഒക്കെ ഉള്ളിലുണ്ടാകുമ്പോൾ ഓരോ വ്യക്തിയും വിശ്വസിക്കണം, ഞാൻ ദൈവത്തിന്റെ പ്രിയപ്പെട്ട വ്യക്തിയാണ്, എനിക്കൊരു നിയോഗമുണ്ട്. ഈ ഭൂമിയിൽ ഞാൻ വെറുതെ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയല്ല, എൻ്റെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ജെറമിയ 29:11 കാണാതെ അറിയാമോ? അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ പഠിച്ചോണേ. ജെറമിയ 29:11 ഏതാ വചനം? പറഞ്ഞേ അറിയാവുന്നതാ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രശ്നങ്ങളുണ്ടാവും, അസ്വസ്ഥതകളുണ്ടാവും. ഇതിന്റെ എല്ലാത്തിന്റെ ഒത്ത നടുവിൽ നമ്മൾ വിശ്വസിച്ചോണം, ദൈവമേ അങ്ങയുടെ പദ്ധതിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ വിശ്വസിച്ച് ഏറ്റെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് അഭിഷേകം കിട്ടും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുഃഖിച്ച് ഓർത്തോർത്ത് ഭാരപ്പെട്ട് ആത്മഹത്യ പോലും ജീവിതത്തിലെ ഇനി മുമ്പോട്ട് നീങ്ങാൻ വഴിയില്ല എന്ന് സ്വയം ചിന്തിച്ച് ആത്മഹത്യ പോലും എത്തും. അതായത് ഇനി എനിക്ക് ആരുമില്ല, ഞാൻ പറഞ്ഞിട്ടൊരു വിലയുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോയി, ഇനി ഒന്നും നേടാനാവില്ല, ഇനി എന്തിനാണ് എൻ്റെ ജീവിതം? ഇതെല്ലാം നെഗറ്റീവാണ്. പിശാച് ശക്തനാണ്. അവൻ എന്ത് ചെയ്യും? പലതരത്തിലുള്ള അസ്വസ്ഥതകൾ നിന്റെ തലയിൽ കൊണ്ടുവരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്രദ്ധിച്ചേ, നീ ഒരു ക്രൈസിസ് പ്രശ്നത്തിലൂടെ പോകുമ്പോൾ ആദ്യം നിന്റെ തലയ്ക്കകത്തോട്ട് വരുന്നത് ആരാ? സാത്താൻ വരും. സാത്താൻ വന്നിട്ട് നിന്റെ തലയ്ക്കകത്തോട്ട് ചില കാര്യങ്ങൾ ഇഞ്ചക്ട് ചെയ്ത് വെക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഈ ധ്യാന മന്ദിരത്തിലെ എൻ്റെ പട്ടം കിട്ടിയ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ പരിചയപ്പെട്ട ഒരു കുടുംബം, അത് ഇടുക്കിയിൽ നിന്ന് വന്നൊരു കുടുംബമാണ്. ഒരു ഭാര്യയും ഭർത്താവും. ഈ ഭാര്യയും ഭർത്താവും അവിടെ ചിട്ടിക്കമ്പനി നടത്തി പൊട്ടിപ്പാളീസായി ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത വണ്ണം വല്ലാത്തൊരു ഭാരപ്പെട്ട അവസ്ഥയിൽ ഈ ധ്യാന മന്ദിരത്തിൽ വന്നപ്പോൾ അന്ന് ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിന് ഡയറക്ടർ അച്ഛൻ അവരെ ഇവിടെ താമസിപ്പിക്കുകയാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾ എങ്ങും പോകണ്ട, ഇവിടെ താമസിച്ചോളൂ. അവർക്കിപ്പോൾ നാട്ടിൽ പോകാൻ പറ്റത്തില്ല, വല്ലാത്തൊരവസ്ഥയിലാണ്.
അപ്പോൾ ഒരു ധ്യാനം കൂടി, 2 ധ്യാനം കൂടി, അങ്ങനെ അവരിവിടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൊക്കെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം ആ കുടുംബനാഥ എന്നോട് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എൻ്റെ ചേട്ടനെ കണ്ടില്ലേ, ആ അദ്ദേഹത്തോട് ഒന്ന് പറയൂ, നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ചേച്ചി. അപ്പോൾ അയാൾ ഇവിടെയൊക്കെ കൂടെയൊക്കെ നടക്കുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുമല്ലേ? പ്രാർത്ഥിക്കുകയൊക്കെയാ, പക്ഷേ അദ്ദേഹത്തെ ഒന്ന് പിടിക്കണം അച്ഛാ, ഒന്ന് പിടിക്കണം. ഞാൻ ചോദിച്ചു, അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? അച്ഛാ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മദ്യപിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എവിടെ? അച്ഛാ 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 ഒന്നും ചെയ്യല്ലേ, പോട്ട ആശ്രമത്തിൽ തന്നെയാ താമസിക്കുന്നത്, പക്ഷെ അയാളുടെ കയ്യിൽ കുപ്പിയുണ്ട് ധ്യാനമന്ദിരത്തിൽ. ഞാൻ ചോദിച്ചു, ധ്യാനമന്ദിരത്തിലോ? ഇവിടെ എവിടുന്ന് കിട്ടും? അതെനിക്കറിഞ്ഞൂടാ അച്ഛാ, പക്ഷെ കുപ്പിയുണ്ട്. അച്ഛാ ഒന്ന് ശ്രദ്ധിക്കണേ. ഞാനപ്പോൾ ഇയാളെ വട്ടയിട്ട് പിടിച്ചു. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്നാ പരിപാടിയാ? ഒരു മര്യാദ വേണ്ടേ? ചേട്ടനെ ഇവിടുത്തെ ഡയറക്ടർ അച്ഛൻ അത്രേ സ്നേഹിച്ചിട്ട് ഇവിടെ നിർത്താൻ അനുവദിച്ചില്ലേ? എന്നിട്ട് ഇവിടെ നിന്ന് കുടിക്കാവോ? ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇത് എവിടുന്ന് കിട്ടി എന്നുള്ളതാണ്. അതറിയണമല്ലോ, ധ്യാനമന്ദിരത്തിൽ ഇത് എവിടുന്ന് കിട്ടി? അപ്പോഴാണ് സംസാരിച്ചു വന്നപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരാൾ ഇയാൾക്ക് കൊടുത്തെന്നാ പറഞ്ഞു. എങ്ങനെയുണ്ട്? പ്രാർത്ഥിക്കാൻ വന്ന ഒരാളെ ഇയാൾക്ക് കൊടുത്തുന്നു. അതെന്തോ ആട്ടെ, അവിടെ നിൽക്കട്ടെ, ഇതിങ്ങോട്ട് നോക്കിക്കേ. അപ്പൊ ഇദ്ദേഹത്തിന്റെ അവസ്ഥ ഇയാൾ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇവിടെ ഇരുന്ന് ധ്യാനം കൂടുന്നു, വചനം വായിക്കുന്നു, ദൈവസന്നിധിയിൽ ശക്തിപ്പെടുന്നു, കുടുംബത്തിന്റെ കടബാധ്യത ഇത്രയും വലിയ ഭാരപ്പെട്ടല്ലേ, ഇങ്ങനെയുള്ളപ്പോൾ കുടിക്കാവോ? അതൊരു മര്യാദഘട്ട പരിപാടിയല്ലേ? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ഉറക്കം കിട്ടുന്നില്ല. അപ്പൊ ഉറക്കം കിട്ടാൻ ഇച്ചിരി കുടിക്കും. ഉറക്കം കിട്ടാനാ അച്ഛാ? ഉറക്കം കിട്ടാൻ ഞാൻ വേറെ ഒന്നുമില്ല അച്ഛാ. ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ അച്ഛാ, എൻ്റെ തലയ്ക്ക് മുകളിൽ ഞാൻ പണം കൊടുത്ത് തീർക്കാനുള്ള ആളുകളുടെ ലിസ്റ്റാണ് വരുന്നത്. എങ്ങനെ കണ്ണടയ്ക്കാൻ പറ്റും? ഉറങ്ങാൻ പറ്റണ്ടേ? അപ്പൊ ഇച്ചിരി ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി കുടിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പലരും ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും പറയുന്ന എക്സ്ക്യൂസാണ് അല്ലേ? എനിക്ക് ഉറക്കം കിട്ടാൻ, എനിക്ക് ക്ഷീണം മാറാൻ എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും അങ്ങനെയല്ലേ? അല്ലേ? ഈ മൊബൈൽ ഫോണൊക്കെ അല്ലേ? ഇച്ചിരി നേരം എന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അതിന്ന് കണ്ണത് പോലും തുറക്കുന്നത്. അത് ശരി, ഇത്രയും സമയമായോ? ഇത്രയും നേരം ഈ മൊബൈൽ കുത്തിക്കൊണ്ടിരുന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല. ഇച്ചിരി നേരം. ഓർക്കേണ്ട കാര്യം, ഇദ്ദേഹം പറഞ്ഞ എന്താണ്? ഇടുക്കിക്കാരൻ ചേട്ടൻ, അതായത് അച്ഛാ, ഈ സാമ്പത്തിക ഭാരം ഞാൻ അനുഭവിക്കുവാണല്ലോ, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. അപ്പോൾ ഉറക്കം കിട്ടാൻ കുടിച്ചുകൊള്ളൂ എന്ന് ഇയാളോട് ആരാ പറഞ്ഞു കൊടുത്തത്? പരിശുദ്ധാത്മാവാണോ? അല്ല, സാത്താൻ ഇരുന്ന് പറഞ്ഞു കൊടുക്കുവാണ്. എടാ, നിനക്ക് കടബാധ്യതയാണല്ലോ, നിനക്ക് ഉറക്കം കിട്ടുന്നില്ലല്ലോ, ഉറക്കം കിട്ടാൻ ഇച്ചിരി കുടിച്ചോളൂ. തലയ്ക്കകത്തോട് പിശാച് കൊണ്ടുവന്നൊരു ചിന്ത കൊടുക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കണം, നിന്റെ തലയിൽ പിശാച് കൊണ്ടുവന്ന് വെക്കുന്ന ചിന്തകളുടെ അടിമയായി നീ പോകരുത്. നാട്ടുകാർ ഏതെങ്കിലും കാര്യം പറഞ്ഞു, നിന്നെ എന്തിനു കൊള്ളാം? ഒറ്റ ചോദ്യം മതി. കഴിഞ്ഞ നാളിൽ ഒരു ബഹുമാനപ്പെട്ട റെവറൻഡ് സിസ്റ്റർ ഒരു ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ടപ്പോൾ ആ സിസ്റ്റർ ഭയങ്കര കരച്ചിലാണ്. ഒരിടവകയിൽ തീക്ഷ്ണമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്ററാണ്. അത്രമേൽ ശക്തമായിട്ട് ആ ഇടവകയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും, ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടി ശക്തമായിട്ട് കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചൊരുക്കി ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുന്നു. അങ്ങനെ ആദ്യ കുർബാന സ്വീകരണ ദിവസം എല്ലാം ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ആ ഇടവകയിലുള്ള ഒരു മനുഷ്യൻ, അതാരോ, ഈ സിസ്റ്ററിന്റെ അടുക്കൽ ചെന്നിട്ട് ഈ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്ററിനെയൊക്കെ എന്തിനു കൊള്ളാം? ഈ ചോദ്യം ചോദിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്ററിന്റെ ഉള്ളിൽ അപ്പോൾ മുതൽ തലയ്ക്കകത്തൊരു ചിന്ത, എന്നെ എന്തിനു കൊള്ളാം? ഞാൻ ഈ സിസ്റ്ററിനെ കാണുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. കാരണം എന്നെ എന്തിനു കൊള്ളാം? നിന്റെ ജീവിതത്തിൽ പലരും ഇതുപോലെ നിന്നോട് ചോദിക്കും. നാട്ടുകാർ ചോദിക്കും, വീട്ടുകാർ ചോദിക്കും, നിന്നെ എന്തിനു കൊള്ളാം? നിനക്ക് വിലയുണ്ടോ? നിന്റെ ജീവിതം കൊണ്ട് നീ എന്ത് നേടി? നിന്റെ ജീവിതം മൊത്തം പരാജയമല്ലേ? മറ്റുള്ളവർ പലതും പറയുമ്പോൾ അവര് പറയുന്ന കാര്യം നിന്റെ തലയിൽ നീ കൊണ്ടു നടക്കരുത്. സാത്താൻ ഇഞ്ചക്ട് ചെയ്ത് തെറ്റായ ചിന്തകൾ നിന്റെ തലയിൽ വെക്കും. നീ വചനത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ് നിന്റെ ജീവിതത്തിൽ ഇപ്രകാരം ചില അനുഭവങ്ങൾ ഉണ്ടാവുന്നത്, അല്ലാതെ നീ തളർന്നു പോകാനല്ല. ആമേൻ. നീ തളർന്നു പോകാനല്ലെന്ന്, മറിച്ച് ദൈവം നിന്നിൽ അതിശക്തമായി ഇടപെടുന്നതിന് വേണ്ടിയിട്ടാണ്.
ഞാൻ വിലപ്പെട്ടവനാണ്, ഞാൻ അമൂല്യനാണ്, ഞാൻ ബഹുമാന്യനാണ്. നീ നിന്നെക്കുറിച്ച് തന്നെ ബഹുമാനത്തോടെ അമൂല്യമായി വിലയുള്ളവനായി തിരിച്ചറിയട്ടെ. നമ്മുടെ വില നിശ്ചയിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. നാട്ടുകാർ പറഞ്ഞതോ വീട്ടുകാരുണ്ടാക്കിയതോ അല്ല, മറിച്ച് ദൈവമാണ് നമുക്കൊരു വില നിശ്ചയിച്ചിരിക്കുന്നത്. ഓരോ വ്യക്തിയും വിശ്വസിക്കുക. ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ നിനക്ക് പറയാനുണ്ടാകും. വില നഷ്ടപ്പെട്ടത് ഇന്ന കാരണം കൊണ്ടാണ്. ഒരുപക്ഷെ ശരീരത്തിൽ ഏതെങ്കിലും രോഗപീഠകൾ, ഈ രോഗപീഠ വന്നതിന് ശേഷം ജീവിതത്തിൽ സന്തോഷമില്ല, എല്ലാം തകർന്നു പോയെന്ന് ചിന്തിക്കുന്ന വ്യക്തി ഉണ്ടാവും. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ചില സാമ്പത്തിക തകർച്ചകൾ, നിന്റെ കുടുംബത്തിൽ നിനക്കുണ്ടായ ചില ചീത്ത പേര് നഷ്ടപ്പെട്ട ദുരഭിമാനത്തിനൊരു മേഖലയാണ്. സമർപ്പിച്ചു പ്രാർത്ഥിച്ചോ. ചില ബന്ധ തകർച്ചകൾ, ചില കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല, ചില പഠന കാര്യങ്ങൾക്ക് ഇറങ്ങിയിട്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ല, ചില ജോലി കാര്യങ്ങൾക്ക് ഇറങ്ങിയിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല, ചില ബിസിനസ് സംരംഭങ്ങൾ ആരംഭിച്ചിട്ട് അത് പൊളിഞ്ഞുപോയി. അങ്ങനെ പലതരത്തിൽ തകർന്ന് തരിപ്പണമായ ജീവിതത്തോടു കൂടി ഇരിക്കുന്നവരുണ്ടാവും. ഇതാ നിന്നോട് കർത്താവ് പറയുന്ന കാര്യം, ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ ഏതൊക്കെ വഴികളിൽ നീ തകർന്നു പോയിട്ടുണ്ടെങ്കിലും, നീ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും, നിന്റെ തീരുമാനങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും, ഇതിനെ വിശുദ്ധീകരിക്കാൻ, പുനഃക്രമീകരിക്കാൻ, പുനരുദ്ധരിക്കാൻ സർവശക്തനായ ദൈവമുണ്ട്. നിന്നെ സൃഷ്ടിച്ച ദൈവമുണ്ട്. നീ വിലയുള്ള വ്യക്തിയാണ്. ഓരോരുത്തരും സ്വയം വില അംഗീകരിക്കണം. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്വന്തമായിട്ട് ജീവിതത്തിനൊരു വിലയിട്ടൊരു മനുഷ്യനെ കുറിച്ച് ബൈബിൾ എഴുതിയിട്ടുണ്ട്. അത് യൂദാസാണ്. യൂദാസ് തനിക്കിട്ട വില എന്ന് പറയുന്നത് യേശുവിനെ ഒറ്റക്കൊടുക്കുമ്പോൾ കിട്ടുന്ന 30 വെള്ളിക്കാശിനാണ്. അവന് തന്നെ ഇട്ട വില കുറഞ്ഞുപോയി, തീരെ കുറഞ്ഞുപോയി. 30 വെള്ളിക്കാശാണ് അവൻ ഇട്ട വില. എന്നാൽ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം, എൻ്റെ വില ഈ ഭൂമിയിലെ നേട്ടത്തിൻ്റെ മുമ്പിലല്ല, മറിച്ച് സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ഒരുക്കുന്നൊരു കാര്യം, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് നൽകുന്നൊരു കാര്യം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ വിലയുള്ളവരാണ്. ഓരോ വ്യക്തിയും വിശ്വസിക്കണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് കർത്താവെ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. എല്ലാവരും അത് വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ. കർത്താവിന്റെ വലിയ കൃപ, വലിയ അഭിഷേകം ഓരോ വ്യക്തിയും ഏറ്റെടുക്കട്ടെ. സങ്കീർത്തനം 100 ഇതാ വചനം നിന്നെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ ശക്തിയാണ് ഇവിടെ നിർത്താൻ കാരണം. ദൈവമേ, ഞങ്ങൾ അങ്ങനെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഭൂമി മുഴുവൻ കർത്താവിന്റെ മുമ്പിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവേൻ. ഗാന ആലാപനത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവേൻ. കർത്താവ് ദൈവമാണെന്ന് അറിയുവേൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്. നാം അവിടുത്തെ ജനവും അവിടുന്ന് നയിക്കുന്ന അജഗണവുമാകുന്നു. കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവേൻ. സ്തുതി ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവേൻ. അവിടുത്തേക്ക് നന്ദി പറയുവേൻ. അവിടുത്തെ നാമം വാഴ്ത്തുവേൻ. കർത്താവ് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നു. ദൈവമേ, ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ മേൽ അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം. ആരാധന 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 ആരാധന. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഒരു പുതിയ അഭിഷേകം നൽകി വിശുദ്ധീകരിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. യേശുവേ, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു.